മനുഷ്യന്മാരെ പോലെ അതല്ലെങ്കിൽ സിനിമാ നായകന്മാരെ പോലെ എന്ന് വെച്ചാൽ ലൂസിഫറിലെ അല്ലെങ്കിൽ എമ്പുരാനിലെ ഒക്കെ സ്റ്റീഫനെയൊക്കെ പോലെ കാറുകളിലും ഒറ്റയാന്മാരുണ്ട്. ഏറ്റവും കുറഞ്ഞ വേരിയന്റിന്റെ വിലയാണെങ്കിൽ പോലും അതൊരു ഹാച്ച് ബാക്കുകൾ മാത്രമാണ്. കണ്ടാലോ, ഒരു SUV രൂപമുണ്ട്, ഒരു ഇത്തിരി ഗൗരവമുണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, കാഴ്ചയിൽ ഇത്തിരി വമ്പുണ്ട്. ഹുണ്ടായിക്കത് എക്സ്റ്റർ ആണ്. എക്സ്റ്ററിന് പാഡ് ഷിഫ്റ്റ് ഉണ്ട്. MT-യിൽ മാരുതി സുസുക്കിയത് ഫ്രോങ്സ് ആണ്. 1 ലിറ്റർ ടർബോ തിരിച്ചു വന്ന വണ്ടി. ടൊയോട്ടയ്ക്ക് അത് ടൈസർ ആണ്. ഓക്കെ, അണ്ടർനീത്ത് ഫ്രോങ്സ് തന്നെയാണെങ്കിലും ടൊയോട്ടയുടെ രൂപം ഒരിത്തിരി വ്യത്യസ്തമാണ്. യുദ്ധഭൂമിയിലെ പുതിയ പടനായിട്ടുള്ള സ്കോഡയുടെ കൈലാക്കുമുണ്ട്. ഓക്കെ, കൈലാക്കിന്റെ ബേസ് മോഡലിന്റെ പ്രൈസും ടോപ്പന്റെ പ്രൈസും തമ്മിൽ മാരക വ്യത്യാസമുണ്ട്. എന്നാലും ഒരു താരതമ്യത്തിൽ നോക്കിയാൽ കൈലാക്കിന്റെ വില ആകർഷകമാണെന്ന് കാണാം. നിസാൻ ഇന്ത്യക്ക് എല്ലാത്തിനും കൂടി ഒരൊറ്റയാളേ ഉള്ളൂ. അത് ഹാച്ച് ബാക്ക് ആവട്ടെ, SUV ആകട്ടെ, കോമ്പാക്ട് SUV ആകട്ടെ, എക്സ്ട്രയിലിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. നിസാൻ ഇന്ത്യയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് നിസാൻ മാഗ്നൈറ്റ്. പക്ഷെ നിസാന്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ഇപ്പോൾ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് നിസാനോ ആളുകൾ ചോദിക്കില്ല. ഫോർ എക്സാമ്പിൾ പജേറോ, ഫോർച്യൂണർ, ചെറിയ വണ്ടിയിലാണ് സ്വിഫ്റ്റ്. ഇവർക്കൊന്നും തന്നെ ആ ഒരു കമ്പനി പേര് അല്ലെങ്കിൽ തറവാട്ട് പേര് കൂടെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ ഈ വണ്ടിക്ക് ഒരു ഇത്തിരി ഹീറോയിസം ഉണ്ട്. ഒരു കമ്പനിയെ ഒരു രാജ്യത്ത് പിടിച്ചിരുന്നത് ഈ ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഈ വണ്ടി എന്ന് പറയുമ്പോൾ നിസാൻ മാഗ്നൈറ്റ്. നിസാൻ 2 വണ്ടികളുണ്ട് ഇവിടെ ഇന്ത്യയിൽ, എക്സ്ട്രയിലും മാഗ്നൈറ്റും. പക്ഷേ എക്സ്ട്രയിൽ കമ്പനിക്ക് വേണ്ടി ഗുണങ്ങളൊന്നും ചെയ്യുന്നില്ല. മേ ബി OBയെ പോലെ അല്ലെങ്കിൽ വില്ലന്മാരെ പോലെ എന്ന് പറയാം. പക്ഷേ മാഗ്നൈറ്റ് ഒരു നല്ല ഒരു കാര്യമാണ് ആ കമ്പനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആ നിസാൻ എന്ന് പറഞ്ഞ കമ്പനിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, നിസാൻ്റെ മാഗ്നൈറ്റിൻ്റെ ചെറിയ മോഡലുകൾ വലിയ എക്സൈറ്റിംഗ് അല്ല. സ്റ്റിൽ അതിനൊരു വർത്ത് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. എന്നാലും ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ഈ ടർബോ പെട്രോൾ മോഡലിന് ഓടിക്കാനുള്ള ഫണ്ടുണ്ട്. ആ വണ്ടി അത്യാവശ്യം ആ ഒരു എക്സൈറ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നും. പക്ഷേ ഈ വണ്ടി ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമുണ്ട് മാർക്കറ്റിൽ. ആ പ്രശ്നം ഞാൻ പറയാം, ഇതിൻ്റെ ഗുണങ്ങൾ പറയാം, ദോഷങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി കാണാൻ വേണ്ടി പോയപ്പോൾ കുറച്ചൊരു എക്സൈറ്റഡ് ആയിരുന്നു. അത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകുന്നു. പക്ഷേ വളരെ കുറച്ച് മാറ്റങ്ങളെ വണ്ടിക്ക് ഉണ്ടായുള്ളൂ. മുൻ പിൻ ബമ്പറുകളിലെ മാറ്റങ്ങളും രൂപത്തിൽ വന്ന കാര്യമായിട്ടില്ലാത്ത മാറ്റങ്ങളൊക്കെയാണ് പറയുള്ളൂ. പക്ഷേ സവിശേഷതകളിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ അകന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി ലോക്കാവും. എന്ന് വെച്ചാൽ ആ വാക്കവേ ലോക്ക് പോലുള്ള കാര്യങ്ങളുണ്ട്. ഈ വാക്കവേ ലോക്ക് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമാണെന്നുള്ള റീലുണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, സമയം കിട്ടിയാൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിക്ക് ഫീച്ചേഴ്സ് കൂടി ഇതിൻ്റെ ആ ഒരു ലുക്കിൻ്റെ വ്യത്യാസങ്ങൾ വന്നു. സ്റ്റിൽ 1 ലിറ്റർ എണ്ണയും ആ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമാണ്. നിസാൻ മാഗ്നൈറ്റിൻ്റെ വില എന്ന് പറയുന്നത് 5,99,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓക്കെ, ഒരു വാഗണാർ വാങ്ങാൻ പോകുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് വാങ്ങാൻ പോകുന്ന ആൾക്ക് ഒരു കോമ്പാക്ട് SUV ലുക്കുള്ള വണ്ടി കിട്ടുമെന്നുള്ളത് NA മോഡലിൻ്റെ പ്രത്യേകത. 71 HP ഉള്ളൂ. ഓക്കെ, 96 ന്യൂട്ടൺ മീറ്ററുള്ളതൊക്കെ പറയാമെങ്കിലും വലിപ്പമുണ്ട് വണ്ടിക്ക്. കാണുമ്പോൾ ഒരു നല്ല ലുക്കുണ്ട്, റോഡ് പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഹാച്ച് ബാക്ക് വാങ്ങാൻ പോകുന്ന ആൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന വണ്ടിയാണ്. കാരണം ഓൾട്ടോയുടെയൊക്കെ വില നമുക്ക് അറിയാം ഇപ്പോൾ എന്താണുള്ളത് ടോപ്പ് എൻഡിൻ്റെ. പക്ഷേ ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് മോഡലിന് CVT ടർബോക്ക് ഏറെക്കുറെ 11.5 ലക്ഷം രൂപയോളമാണ് എക്സ്ഷോറൂം പ്രൈസ്. അവിടെയാണ് ഞാൻ പറഞ്ഞ വലിയ പ്രശ്നം. കാരണം നിരത്തിൽ ആ വിലയ്ക്ക് വേറെ വണ്ടികളുണ്ട്. 1-2 വണ്ടികളല്ല ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹുണ്ടായിക്ക് എക്സർ ഉണ്ട്, റെനോയ്ക്ക് കൈഗർ ഉണ്ട്, ടൊയോട്ടയ്ക്ക് ടൈസർ ഉണ്ട്, മാരുതിക്ക് ഫ്രോങ്സ് ഉണ്ട്. ഓക്കെ, കുറേ വണ്ടികളുണ്ട്. ഈവൻ സ്കോഡ കൈലാക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വണ്ടികളുടെയൊക്കെ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എക്യുപ്മെൻറ്റ് ലിസ്റ്റ് ഈ വണ്ടിക്ക് അത്ര കുറവാണെന്നുള്ളതല്ല. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ നിസാൻ മാഗ്നൈറ്റ് ഒരു ഇത്തിരി വീക്ക് പോയിന്റുകളുണ്ട്. അങ്ങനെ ഒരു വീക്ക് പോയിന്റിലേക്ക് മാത്രം എത്താതെ നമുക്കിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു 71 HP 96 NM ഉള്ള നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ 3 സിലിണ്ടറിന് ശരിക്കും 1 ലിറ്റർ വാഗണാറുമായിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അവിടെ എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ ഒരു ബെനിഫിറ്റും നിസാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വണ്ടി എന്നുള്ള കാര്യമൊക്കെ ശരിക്കും ഇതിൻ്റെ അട്രാക്ഷനാണ്. ഹെഡ്ലാമ്പ് മാറി, LED ഹെഡ്ലാമ്പായി. പിന്നെ ഗ്രില്ലിന് കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നു. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. താഴത്ത് ഫോഗ് ലാമ്പിൻ്റെ പൊസിഷൻ മാറി, DRLൻ്റെ പൊസിഷൻ കണ്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ഇൻസെർട്ട് കൊടുത്തു. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഗ്ലാസ് ഏരിയയിൽ മാറ്റമില്ല, അല്ലെങ്കിൽ സൺറൂഫ് വന്നിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാഗ്നൈറ്റിനില്ല. വശങ്ങളിൽ കാണാനാവുന്ന മാറ്റം എന്ന് പറയുന്നത് 16 ഇഞ്ച് വീലും ആ വീലിൻ്റെ ഡിസൈനാണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. ഓക്കെ, മാഗ്നൈറ്റ് എന്നും നിസാൻ എന്നുള്ള ബാഡ്ജിങ് സൈഡിലുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്. SUV പോലുള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ്. ഓക്കെ, ഈ സൗണ്ട് എന്ന് പറയുന്നത് അകന്ന് മാറിയാൽ ആ സൗണ്ട് വരും, ഒന്നും ചെയ്യാനില്ല. പിന്നിൽ ഷാർക്ക് ഫിൻ ആന കാണാം.
ബാക്കിൽ മാറ്റമായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടെയിൽ ലാമ്പുകളുടെ ഡിസൈൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ടർബോ ആണ്, CVT ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഡിസൈൻ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു ചെറിയ ഉള്ളിലത്തെ ക്രിസ്റ്റൽ പോലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഈ സ്പോയിലർ കൊള്ളാം, പിന്നെ ബമ്പറിൻ്റെ ഡിസൈനും തീർത്തും നന്നായിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ പുറത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഈ നിസാൻ മാഗ്നൈറ്റിന് ഒരു ചീപ്പ് വൈബ് നമുക്ക് കിട്ടിയിരുന്നു മുമ്പൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ വേർഷനിൽ. പക്ഷേ ഈ ഒരു വേർഷനിലേക്ക് വന്നപ്പോൾ ഈ 8 ഇഞ്ച് സ്ക്രീനും 7 ഇഞ്ച് ക്ലസ്റ്ററും എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻസേർട്ടുകൾ നന്നായിട്ട് തോന്നി. അപ്പോൾസറി കളർ നല്ലതായിട്ട് തോന്നി, ഡുവൽ ടോൺ ആണ്. പിന്നെ ഇതിനകത്ത് സ്പേസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. മാത്രമല്ല ഓട്ടോ AC പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ്. ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, കൂടാതെ ടിൽറ്റ് അഡ്ജസ്റ്റ് ആവുന്ന സ്റ്റിയറിംഗ്, ക്രൂയിസ് കൺട്രോൾ. ഇത് CVT ആണ്, AMT അല്ല എന്നുള്ളതൊരു ബെനിഫിറ്റാണ്. പിന്നെ ഈ സെൻട്രൽ കൺസോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായി തോന്നുന്നുണ്ട്, വലിയ ഗ്ലോ ബോക്സ് ആണ്. ഇതൊക്കെ തന്നെയും നിസാൻ മാഗ്നൈറ്റിൻ്റെ തനതായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊന്നും മാറ്റങ്ങളില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ 8 ഇഞ്ച് സ്ക്രീനിനകത്ത് ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ ക്വാളിറ്റി നത്തിങ് ടു ടോക്ക് അബൌട്ട്. പക്ഷേ അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്ന് പറയുന്നത് വയർലെസ് ആണെന്നുള്ളതാണ്. പിന്നെ ക്ലസ്റ്ററിനകത്തെ ആ ഒരു സ്ക്രീനിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി ഓൾഡ് ആയിട്ട് തോന്നും. അതായത് ഒരു 80s ഡിജിറ്റൽ സ്ക്രീൻ കാണില്ലേ, ആ സ്ക്രീനിൻ്റെ ലുക്കാണ് എന്നുള്ളതാണ്. പക്ഷേ 6 എയർ ബാഗുകളുടെ സേഫ്റ്റി വണ്ടിക്കുണ്ട്. ഇതിപ്പോൾ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡാണ് ഈ വണ്ടിക്ക്. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഗുണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് ഇതിൻ്റെ ആ ഒരു ലുക്കിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് പൊതുവെ വന്ന മാറ്റങ്ങളെ കുറിച്ചല്ല, പക്ഷേ നിസാൻ മാഗ്നൈറ്റിന് റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ആ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്ക് ഉള്ള ഒരു കൺസെപ്റ്റിലാണ്. ആ ഒരു കോമ്പാക്ട് സൈസും അതിൻ്റേതായിട്ടുള്ള അളവുകളൊക്കെ ശരിക്കും വണ്ടിക്ക് ഒരു ഇത്തിരി ഭംഗിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ജാപ്പനീസ് ഡിസൈൻ എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നൊരു കാര്യം ഈ ഒരു നിസാൻ മാഗ്നൈറ്റിൻ്റെ കാര്യമായിട്ട് പറയാം. അതിൻ്റെ കൂടെ രണ്ടാമത്തെ ഗുണം ഞാൻ പറയാം. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ, ഈ പർട്ടിക്കുലർ വണ്ടിയുടെ ടർബോ ചാർജ്ഡ് എൻജിൻ്റെ കൂടെയുള്ള CVT ട്രാൻസ്മിഷനാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ AMTകളുടെ ഒരു ലഹളയുണ്ട് ചെറിയ വണ്ടികളുടെ കാര്യത്തിൽ. ഇപ്പോൾ എക്സർ എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രോങ്സ് എടുത്താലും. ഓക്കെ, ഫ്രോങ്സിനൊരു ടോർക്കനോട്ട് ഉണ്ട്, അവരാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടിയ കോമ്പറ്റീഷൻ. ഞാൻ പറയുന്നത് സാധാ വണ്ടികളുടെ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ കാര്യം കവർ ചെയ്യാനായിട്ട് AMT നിസാൻ മാഗ്നൈറ്റ് ഉണ്ട്. പക്ഷേ ടർബോയിലേക്ക് വന്നപ്പോൾ അത് CVT ആയി, സ്മൂത്താണ് കാര്യങ്ങൾ, ഓടിക്കാനുള്ള ഒരു ഫണ്ട്. 99 bhp എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവറാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ആ ഒരു കാര്യം, അതല്ലെങ്കിൽ സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ CVT ട്രാൻസ്മിഷനും ആ ഒരു ടർബോ ചാർജ്ഡ് എഞ്ചിനുമാണെന്ന് ഞാൻ പറയും. അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് സവിശേഷതകളാണ്. ഈ സവിശേഷതകളെന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യമായിട്ട് പറയാം. കാരണം ഇതിനകത്ത് ഈ റിമോട്ട് സ്റ്റാർട്ട് അടക്കമുള്ള കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് AC, വയർലെസ് ചാർജർ പോലുള്ള കാര്യങ്ങളില്ല. എന്നാലും ആവശ്യത്തിന് വേണ്ടുന്ന സവിശേഷതകളൊക്കെ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൂടെ പറയേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറാൻ വരികയാണ്. അകത്തേക്ക് കയറാൻ വന്നു, ഡോറ് തുറക്കുമ്പോൾ വണ്ടി ഓഫ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അൺലോക്ക് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടാക്കിയിട്ടുള്ളൂ, പക്ഷേ കയറിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയാൽ മതി എന്നുള്ളതായിരിക്കും നിസാൻ്റെ ആ ഒരു ഭാഷ്യം എന്നുള്ളതാണ്. നിസാൻ മാഗ്നൈറ്റിൻ്റെ മറ്റൊരു നല്ല കാര്യം ഞാൻ കാണുന്നത് പിൻസീറ്റാണ്. ഈ പിൻസീറ്റിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും, അല്ലെങ്കിൽ ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും നീ റൂം ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ഉണ്ട്. അതായത് ഈ കാറ്റഗറി വണ്ടിയിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സീറ്റ് കൂടി നിസാൻ മാഗ്നൈറ്റിൻ്റെ കാര്യമായിട്ട് പറയാം. ഈ മാഗ്നൈറ്റിൻ്റെ പിന്നിലെ സീറ്റിന് 3 സീറ്റ് ബെൽറ്റുകളുണ്ട്. ഓക്കെ, അത് സേഫ്റ്റി കാര്യമാണ്. പിന്നെ സീറ്റ് ബാക്ക് പോക്കറ്റുകളുടെ റിയർ AC ഉണ്ട്, അതൊക്കെ കാര്യമാണ്. അപ്പോൾ ശരിക്കും മികച്ചൊരു പിൻസീറ്റ് ഈ വണ്ടിയുടെ ഗുണമാണ് എന്നുള്ളതാണ്. അടുത്ത ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് നിസാൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് മാഗ്നൈറ്റ് എന്നുള്ളതാണ്. ഒരു കമ്പനിയെ താങ്ങി നിർത്തുന്ന വണ്ടി, അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് വേണമെങ്കിൽ പറയാം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ഗുണങ്ങളെപ്പോലെ തന്നെ നമ്മൾ ദോഷങ്ങളിലേക്കും വരണം. അതിലൊന്നാണ് റൈഡ് ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ ഹാച്ച് ബാക്കുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാഗണാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ആണെന്ന് തോന്നും. പക്ഷേ ഫ്രോങ്സ് അതല്ലെങ്കിൽ ടൈസർ അതല്ലെങ്കിൽ എക്സർ കൈൻഡ് ഓഫ് വണ്ടികളുടെ ആ ഒരു നിലയിലേക്ക് വരുമ്പോൾ റൈഡ് ക്വാളിറ്റി കുറച്ച് കോംപ്രമൈസ്ഡാണ്. അപ്പോൾ അടുത്തൊരു പോയിന്റിലേക്ക് വരാം, അത് ബിൽഡ് ടു കോസ്റ്റ് ആണ്. ഈ വണ്ടി എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നതാണ്. പിന്നെ NVH ലെവൽസാണ്. NVH ലെവൽസ് എന്ന് പറയുമ്പോൾ 3 സിലിണ്ടർ ആ ഒരു നാച്ചുറൽ ആസ്പിറേറ്റിൻ്റെ കാര്യമായിട്ട് എടുത്താൽ മതി. ഒരു ഇത്തിരി NVH കൂടുതലാണ് ഈ വണ്ടിക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ടർബോ എന്ന് പറയുന്നത് കുറച്ചൊരു സ്മൂത്താണ്. സ്റ്റിൽ സാധാരണ എന്നെ വണ്ടിക്ക് ഒരു ഇത്തിരി നോയ്സ്, വൈബ്രേഷൻസ്, ഹാർഷ്നെസ് കൂടുതലാണ് എന്നുള്ളതാണ്. അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ക്ലസ്റ്ററും സ്ക്രീനുമാണ്. ഈ വിലയ്ക്കുള്ള ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ഈ സ്ക്രീനിനോ അല്ലെങ്കിൽ ക്ലസ്റ്ററിനോ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് കുറച്ചും കൂടിയൊക്കെ റെസ്പോൺസീവ് ആവാറുണ്ട്, കുറച്ചും കൂടിയൊക്കെ ഇൻറ്റ്യൂറ്റീവ് ആവാറുണ്ട്. ഈവൻ 360 ഡിഗ്രി ക്യാമറ ഉണ്ടെങ്കിലും ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത് ഓക്കെ ആവറേജ് ക്യാമറയാണ്.
സ്റ്റിൽ എ സി നല്ലതാണ്. ഓട്ടോമാറ്റിക് എ സിയുടെ കൺട്രോൾസ് കാണാൻ ഭംഗിയുണ്ട്. വയർലെസ് ചാർജിങ് ഇല്ല, USB ചാർജറുള്ളൂ. പക്ഷേ വയർലെസ് ചാർജറൊക്കെ നമുക്ക് തോന്നുന്നു ആക്സലായിട്ട് കിട്ടും. കാരണം ഈ വണ്ടി ഡിക്കിക്കകത്തൊരു ആക്സറി കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നതും കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നുന്ന കാര്യം. അതായത് ഞാൻ പറയുന്നത് മാനുവലിൻ്റെ കാര്യമാണ്. ക്ലച്ച് ഒരു ഇത്തിരി ആ ത്രോ കൂടുതലാണ്. ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക നോച്ചിനെസ്സും ഉണ്ട്. അതും വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിസാൻ മാഗ്നൈറ്റ് ഒരു നല്ല വണ്ടിയാണോ? ഞാൻ പറയും നല്ല വണ്ടിയാണ്. നിസാൻ ഇന്ത്യയുടെ ഒരു നല്ല വണ്ടി തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ്. 204 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ടർബോ ചാർജർ പെട്രോളാണ്. ഡിസ്റ്റിങ്സ് ക്യൂക്ക്, അതായത് 0-100 എന്ന് പറയുന്നത് 10.5 സെക്കൻഡേ വേണ്ടൂ. അങ്ങനെയുള്ള കുറേ അധികം ഗുണങ്ങൾ നിസാൻ മാഗ്നൈറ്റിനുണ്ട്. പക്ഷേ നിസാൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിസാൻ മാഗ്നൈറ്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഇതിനേക്കാൾ മികച്ച വണ്ടികൾ നിരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രോങ്സിൻ്റെ 1 ലിറ്റർ ടർബോ എന്ന് പറയുന്നത് ആ എഞ്ചിനാണെങ്കിലും സുപ്പീരിയറാണ്. അതിൻ്റെ ഗിയർ ബോക്സ് ടോർക്ക് കൺവേർട്ടറാണ്. ഫണ്ണ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീലൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഫീലൊക്കെ തോന്നും, നല്ല ഫാസ്റ്റായിട്ട് തോന്നും. വണ്ടി വേഗം തന്നെയാണ്, വേഗം ആർജിക്കുന്നത്. ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് സ്പോട്ട് ആ ഒരു പവർ ബാൻഡിൽ എവിടെ തോന്നി. എന്നാലും എനിക്കിത് ഓടിക്കാൻ ഇഷ്ടപ്പെട്ടു. ബ്രേക്സ് നല്ലതാണ്. ഫോർ എ ജാപ്പനീസ് കാർ, അതായത് ജാപ്പനീസ് കാർ എന്ന് പറയുന്ന ജപ്പാൻ വണ്ടികളുടെ ഒരു DNA പേരുന്ന മാഗ്നൈറ്റിന് കുറേ അധികം ആ ഒരു പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസാൻ മാഗ്നൈറ്റ് ചെക്ക് ചെയ്യുള്ളൂ. എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ടർബോയാണ്. ടർബോ CVT ആണ്. അപ്പോൾ ഇവരുടെ റെനോ കൈഗർ ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ റെനോ വേർഷൻ, ആ കൈഗർ ഞാൻ ബാംഗ്ലൂർ ടു ഗോവ ഓടിച്ചാണ്. അന്നാണ് എനിക്ക് ഈ വണ്ടിയോടുള്ള എൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിലൊരു മാറ്റം വന്നത്. എനിക്ക് കൈഗറിൻ്റെ ആ ടർബോ ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ തന്നെയാണ് നിസാൻ മാഗ്നൈറ്റും സംഭവിച്ചത്. ഞാൻ നാച്ചുറൽ ആസ്പിറേറ്റർ വണ്ടി ഓടിച്ചേക്കാൾ കൂടുതൽ ഇമ്പ്രസ്ഡാണ് ഈ ടർബോ CVT എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.